ജനലക്ഷങ്ങളുടെ അല്ല ജനകോടികളുടെ തന്നെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിക്കൊണ്ടുള്ള എമ്പുരാൻ എന്ന പേരിലുള്ള ഒരു സിനിമ ഇന്ന് ആഗോളതലത്തിൽ ഒരു ചർച്ചാ വിഷയമായി തീർന്നിരിക്കുകയാണല്ലോ. ഈ വിഷയത്തെക്കുറിച്ചുള്ള പലവിധ ചർച്ചകളും വിലയിരുത്തലുകളും നടന്നു കഴിഞ്ഞു, നടന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും നടക്കുവാൻ പോകുന്നു. എന്നാൽ വേറിട്ട ചിന്തകളുടെ അവതരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ചാനലിലൂടെ ഈ സിനിമയെക്കുറിച്ചും അതിൻ്റെ പിന്നിലെ നിർമ്മാതാക്കൾ, അതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും പ്രതീക്ഷകളെയും വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു വേറിട്ട ചിന്ത തന്നെ അത് തിരുവചന വെളിച്ചത്തിൽ നടത്തുവാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കളെയും വേറിട്ട ചിന്തകളുടെ 147 ഈ എപ്പിസോഡിലേക്ക് ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. തൻ്റെ ഭക്തരാൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു ദൈവമല്ല വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം, മറിച്ച് തൻ്റെ ഭക്തരെ സംരക്ഷിക്കുന്ന ഒരു ദൈവമാണ് അഖിലാണ്ടത്തിൻ്റെ ഉടയവനും ഏകസത്യ ദൈവവുമായ സർവശക്തനായ ദൈവവും. അതുപോലെ തന്നെ തൻ്റെ അനുയായികളാൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു നേതാവല്ല ലോകരക്ഷിതാവായ യേശുക്രിസ്തു, മറിച്ച് കർത്താവായ യേശുക്രിസ്തുവിനാൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് തന്നാൽ നയിക്കപ്പെടുന്ന ഭക്തർ. അതുപോലെ തന്നെ വിശ്വസിക്കുന്നവരാൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു വേദഗ്രന്ഥമല്ല വിശുദ്ധ ബൈബിൾ, മറിച്ച് വിശ്വസിക്കുന്നവർക്ക് ജീവനവും ശക്തിയും സംരക്ഷണവും സമാധാനവും തന്ന് ഈ ഇരുൾ നിറഞ്ഞ പാതയിൽ ദീപമായി തെളിഞ്ഞു നിൽക്കുന്നതാണ് വിശുദ്ധ ബൈബിളിലെ ഓരോ തിരുവെഴുത്തുകളും. അതുകൊണ്ട് തന്നെ പ്രാരംഭത്തിൽ പറയട്ടെ, ഈ വിശുദ്ധ ബൈബിൾ പ്രഘോഷിക്കുന്ന വചനത്തെയോ ആ ബൈബിൾ പ്രഘോഷിക്കുന്ന ദൈവത്തെയോ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ വ്രണപ്പെടുത്തിയെന്നോ അപകീർത്തിപ്പെടുത്തിയെന്നോ ആ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച ഏതെങ്കിലും വ്യക്തിക്കൊരു ധാരണയുണ്ടെങ്കിൽ ലോകത്തിൽ ഇത്രയ്ക്കും വലിയ വിഡ്ഢി, ഇത്രയ്ക്കും വലിയ മണ്ടൻ വേറെ ആരുമില്ല എന്ന് തിരുവചനത്തിലൂടെ തന്നെ തെളിയിക്കുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലരുടെയും ചിന്തകളും വിലയിരുത്തലുകളും വീക്ഷണങ്ങളും എല്ലാം ഞാൻ കേൾക്കുകയുണ്ടായി. അവരെല്ലാം പറയുന്നു ക്രൈസ്തവ സമൂഹത്തിൻ്റെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിയെന്നു, അവരെ അപകീർത്തിപ്പെടുത്തിയെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിനോട് എതിർപ്പൊന്നും പറയുന്നില്ല. കാരണം ഒരു മതത്തിൻ്റെ വീക്ഷണത്തിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ തങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഈശ്വര വിശ്വാസത്തിൻ്റെ ആ വീക്ഷണത്തിലൂടെ വീക്ഷിക്കുമ്പോൾ അത്തരത്തിലൊരു അഭിപ്രായം പ്രകടമാകുന്നതിൽ തെറ്റില്ല. എന്നാൽ ഈ വേറിട്ട ചിന്തകൾ എന്നുള്ള ഈ പരിപാടിയിൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വീക്ഷണത്തിൽ വിലയിരുത്തിയാണ് ഈ ഒരു ആശയം ജനസമക്ഷത്തേക്ക് പകരുവാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി ഞാനും ചോദിക്കട്ടെ, ഒരു നിരീശ്വരവാദ മനോഭാവത്തോടു കൂടിയാണ് ഈ സിനിമയുടെ കഥ എഴുതിയതും ഇത് സംവിധാനം ചെയ്തതും ഇതിലും അഭിനയിച്ചതും ഒക്കെ എങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. കാരണം നിങ്ങൾ അതിൽ മഹത്വൽക്കരിക്കുന്ന ഒരു ലൂസിഫർ ഉണ്ടല്ലോ, അതിനെ നിങ്ങൾ അംഗീകരിച്ചുവല്ലോ. ഈ ലൂസിഫറിനെ കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ ഒരു ധാരണയുണ്ടായി? എവിടെ നിന്ന് കിട്ടി? വിശുദ്ധ ബൈബിളിൽ നിന്നല്ലയോ? അങ്ങനെയെങ്കിൽ ഈ ലൂസിഫർ ആരായിരുന്നുവെന്ന് നിങ്ങൾക്ക് പഠിക്കണമെങ്കിലും വിശുദ്ധ ബൈബിളിൽ തന്നെ ആശ്രയിക്കണ്ടേ? ഏത് നിലയിലിരുന്ന ഒരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ ഏത് നിലയിൽ നിലകൊണ്ടിരുന്ന ഒരു ആത്മാവായിരുന്നു ലൂസിഫർ എന്നും, ആ ലൂസിഫറിന് എന്താണ് സംഭവിച്ചതെന്നും, ആ ലൂസിഫറിന് ഇനി എന്താണ് സംഭവിക്കാനുള്ളതെന്നും എല്ലാം പ്രഘോഷിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ നിന്നും ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ പിടിക്കുവാനുള്ള പ്രചോദനം ലഭിച്ച ബൈബിൾ, അത് നിങ്ങൾ അംഗീകരിച്ചത് കൊണ്ടല്ലയോ ഇത്തരത്തിലുള്ള ചിന്താഗതി നിങ്ങളുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്നത്? അങ്ങനെയെങ്കിൽ ആ ബൈബിൾ രചിച്ചതിൻ്റെ പിന്നിലുള്ള പ്രേരക ശക്തി എന്താണെന്നും, ഈ ലൂസിഫറിന് ഇത്തരത്തിലുള്ള വീഴ്ച സംഭവിച്ചത് എന്താണെന്നും, അല്ല ലൂസിഫറിന് സ്ഥാനത്യാഗം സംഭവിച്ചത് എങ്ങനെയാണെന്നും, അതാരാണ് വെട്ടി താഴെയിട്ടതും എന്നൊക്കെ ചിന്തിക്കുവാനുള്ള ഒരു ചിന്താബോധം നിങ്ങളിൽ ഇല്ലാതെ പോയതാണ് നിങ്ങളുടെ പരാജയങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം.
അപ്പോൾ നിരീശ്വരവാദ മനോഭാവത്തോടു കൂടിയാണ് ഈ സിനിമ നിങ്ങൾ ഇറക്കിയതെങ്കിൽ നിങ്ങൾ കാണിച്ചത് വലിയ വിഡ്ഢിത്തരവും അബദ്ധവും തന്നെയാണ്. ഇനി അതല്ല, ഒരു വിശ്വാസ സമൂഹത്തെ തരം താഴ്ത്തുമ്പോൾ മറ്റേതെങ്കിലും ഒരു ഒരു മതവിഭാഗത്തെ മഹത്വവൽക്കരിക്കുക എന്നുള്ളതായിരുന്നു നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നമ്മുടെ ഭാരതത്തിൽ തന്നെ പ്രധാനമായും 3 മതങ്ങളാണ് നിലകൊള്ളുന്നത്. അതിലേതെങ്കിലും ഒരു മതത്തെ നിങ്ങൾ മഹത്വവൽക്കരിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചതെങ്കിൽ ആ നിങ്ങളുടെ ശ്രമത്തിൽ നിങ്ങൾ ലക്ഷ്യമിട്ടിരിക്കുന്ന മതമല്ലാതെ മറ്റ് 2 മതങ്ങൾ ശേഷിക്കുന്നുണ്ടല്ലോ. അതിൽ നിന്നും ഈ ക്രൈസ്തവ മാർഗത്തെ അങ്ങോട്ട് ഒഴിവാക്കി നിർത്തിയിട്ട് പിന്നീട് ഒരെണ്ണം വരുന്നുണ്ടല്ലോ, അതിനെതിരെ നിങ്ങൾക്കൊന്ന് പ്രതികരിക്കാമോ? സാധിക്കത്തില്ല. അങ്ങനെ സംഭവിച്ചാൽ ഈ ക്രൈസ്തവ വിശ്വാസത്തെ വ്രണപ്പെടുത്തി എന്ന് നിങ്ങൾ ധരിക്കുന്നതായ ഇത്തരത്തിലുള്ളതായ ഒരു സിനിമ ആ മതങ്ങളിൽ മറ്റേതെങ്കിലും ഒന്നിനെതിരെയായിരുന്നു നിങ്ങൾ ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ എത്രയോ തിയേറ്ററുകൾ കത്തിച്ചാമ്പലാകേണ്ടെന്ന സമയം കഴിഞ്ഞു. അത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബുദ്ധിയെ ഞാൻ അഭിനന്ദിക്കുന്നു, ഈ ക്രൈസ്തവ മാർഗത്തെ തന്നെ തിരഞ്ഞെടുക്കുവാനായി നിങ്ങൾക്ക് തോന്നിയത്. കാരണം ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിൻ്റെ പിന്നിലും വികാരഭരിതരാകാതെ മൗനമായി നിൽക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സ്നേഹമുണ്ട്. അത് കാൽവറി ക്രൂശിലെ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. അവിടെയും നിങ്ങൾ മൗനമായി വെളിപ്പെടുത്തുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെയാണ്. ഇനി 3, ക്രിസ്തു മാർഗത്തെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണ് നിങ്ങളിത് ചെയ്തതെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ വിഡ്ഢികളിൽ പ്രധാന വിഡ്ഢികളാണ്. അതെന്താണെന്ന് ഇതിൻ്റെ ഒടുവിൽ ഞാനത് സമർത്ഥിക്കാം. മറ്റൊന്നുമല്ല, തിരുവചനത്തിലൂടെ തന്നെ അത് സമർത്ഥിക്കാം. അതിനു മുൻപ് ക്രിസ്തു മാർഗത്തെ അവഹേളിക്കുവാൻ നിങ്ങൾ തിരഞ്ഞെടുത്തൊരു മാധ്യമം സിനിമയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു സന്തോഷമുണ്ട്. കാരണം ഈ ക്രിസ്തു മാർഗത്തെയും അല്ലെങ്കിൽ യേശുവിനെയും വിശുദ്ധ ബൈബിളിനെയും സാമ്പത്തിക വരുമാന മാർഗമായി, അതായത് വിൽപ്പന ചരക്കാക്കി മാറ്റുന്നത് ഒരു കൂട്ടം പുരോഹിതന്മാർ അല്ലെങ്കിൽ പാസ്റ്റർമാരാണെന്നുള്ള ഒരാരോപണം നിലനിൽക്കുമ്പോൾ അതല്ല, അതിനേക്കാളൊക്കെ കോടികൾ സമ്പാദിക്കുവാൻ ഈ ബൈബിൾ കൊണ്ട് കഴിയുമെന്ന് നിങ്ങൾ തന്നെ തെളിയിച്ചതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഇതിൻ്റെ പിന്നിൽ അഭിനയിച്ചവർ എത്ര രൂപ വാങ്ങി? കാരണമെന്ത്? വിശുദ്ധ ബൈബിളും യേശുക്രിസ്തുവും. ഇത്തരത്തിലൊരു കഥ രചിക്കപ്പെട്ട് അത് ഒരു സിനിമയാക്കി സംവിധാനം ചെയ്ത് അത് പുറത്തിറക്കിയപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ലാഭമത്രയാ? അതിൻ്റെ പിന്നിൽ വിശുദ്ധ ബൈബിളും യേശുക്രിസ്തുവും. അല്ല, ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി ആരെല്ലാം ഒരു ദിവസം അധ്വാനിച്ചിട്ടുണ്ടോ അതിൻ്റെ എല്ലാം പ്രതിഫലം നിങ്ങൾ വാങ്ങിയപ്പോൾ നിങ്ങളുടെ കയ്യിൽ വന്ന പണം വിശുദ്ധ ബൈബിളും യേശുക്രിസ്തുവും നിമിത്തമാണ്. അപ്പോൾ വലിയ സന്തോഷമുണ്ട്. ഇനി ആരും ആരോപിക്കത്തില്ലല്ലോ, പാസ്റ്റർമാരും അച്ഛന്മാരുമൊക്കെ ക്രിസ്തു മാർഗത്തിലൂടെ പണം സമ്പാദിക്കുകയാണ്, ബൈബിൾ വെച്ച് പണം ഉണ്ടാക്കുകയാണെന്നുള്ള ആരോപണം ഇനി ആരോപിക്കുവാൻ നിങ്ങൾക്ക് ആർക്കും അതിനുള്ള ഒരു പ്രാഗൽഭ്യമില്ല എന്നുള്ള കാര്യം വെളിപ്പെട്ടല്ലോ. അതവിടെ നിൽക്കട്ടെ. ഈ സിനിമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പരിധിവരെ പറഞ്ഞാൽ എനിക്കിത് പറയാൻ സാധിക്കത്തില്ല. കാരണം ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ് സിനിമ എന്ന് പറയുന്നത്. എൻ്റെ വീട്ടിലൊരു TV പോലുമില്ല. ഞങ്ങൾ സിനിമ കാണാറില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഒത്തിരി സ്പോൺസറിങ് ചെയ്തിട്ടുണ്ട്. വരികയാണെങ്കിൽ അത് തരാം, ഇത് തരാം, നമുക്ക് ടിക്കറ്റ് എടുത്ത് തരാം എന്നൊക്കെ പറഞ്ഞിട്ടും ഇന്നുവരെ ഒരു സിനിമ കാണുവാനും ഒരു സമയം വേർതിരിക്കാനോ കാണുവാനോ എനിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പ്രാരംഭത്തിൽ പറയട്ടെ, സഹോദര, താങ്കളത് കണ്ടിട്ടാണോ ഈ വിലയിരുത്തൽ നടത്തുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ സോറി പറയുന്നു. ഞാൻ ഈ ആത്മഹത്യയെക്കുറിച്ചും വിഷത്തെക്കുറിച്ചൊക്കെ ഒത്തിരി വായിച്ചിട്ടുണ്ട്. ആ പുസ്തകം രചിച്ചവരാരും ആത്മഹത്യ ചെയ്തതിന് ശേഷമോ അല്ലെങ്കിൽ വിഷം കഴിച്ചതിന് ശേഷമൊന്നും അവരെഴുതിയതല്ലാത്തത് കൊണ്ട് ഞാനും അങ്ങനെ തന്നെ പറയട്ടെ. കാരണം അനേകരുടെ വിലയിരുത്തലുകൾ ഞാൻ അതിൽ കേൾക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സിനിമയെക്കുറിച്ച് 2-3 കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അത് സിനിമാ ലോകത്ത് പ്രവർത്തിക്കുന്ന ആരെങ്കിലും അതിനൊരു മറുപടി തന്നാൽ നന്നായിരിക്കും. കാരണം ഈ കുടുംബചിത്രം എന്നുള്ള പേരിൽ അനൗൺസ്മെൻ്റൊക്കെ ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കുടുംബചിത്രം കണ്ടിട്ട് ഒരു വീട്ടമ്മ ആ സിനിമയുടെ
ആ സിനിമ കണ്ടതിലൂടെ എനിക്ക് കിട്ടിയ പ്രചോദന നിമിത്തം ഞാൻ ഒരു നല്ല വീട്ടമ്മയായി എൻ്റെ വീട്ടിൽ സേവനമനുഷ്ഠിക്കുന്നു. എൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ ഞാൻ നല്ലൊരു ഭാര്യയായി ജീവിക്കുന്നു. എൻ്റെ കുട്ടികളുടെ മുന്നിൽ ഞാൻ നല്ലൊരു അമ്മയായി ജീവിക്കുന്നു എന്ന് പറയത്തക്ക നിലയിൽ ഏതെങ്കിലും ഒരു സിനിമയിൽ നിന്ന് ഒരു പ്രചോദനം കിട്ടിയതായി പറയുവാൻ കഴിയുന്ന ഏതെങ്കിലും വീട്ടമ്മമാരുണ്ടോ? അല്ല, ആ കുടുംബചിത്രം കണ്ടതിൻ്റെ പരിണതഫലമായി എനിക്കതിൽ നിന്ന് കിട്ടിയ പ്രചോദന നിമിത്തം ഞാൻ നല്ലൊരു ഭർത്താവായി നിൽക്കുന്നു. ഞാൻ എൻ്റെ ഭാര്യയോടുള്ള സ്നേഹവും കടപ്പാടും എല്ലാം ഭംഗിയായി നിർവഹിക്കുന്നു. എൻ്റെ കുട്ടികളോട് ഞാൻ അവരുടെ മുന്നിൽ നല്ലൊരു പിതാവായി നിന്നുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു എന്ന് ചാരിതാർത്ഥത്തോടുകൂടി പറയുവാൻ ഏതെങ്കിലും ഒരു പുരുഷന് കഴിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണമേ. അല്ല, കുട്ടികൾ പറയാണ്, ആ സിനിമ കണ്ടതിൻ്റെ പരിണതഫലമായി ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ മുന്നിൽ നല്ല ഒരു മകനായി, ഒരു മകളായി ഞാൻ ജീവിക്കുന്നു. എൻ്റെ കുടുംബത്തിൽ ഞാൻ ആ സിനിമയിൽ കണ്ടതായ നല്ല കാര്യങ്ങൾ ഞാൻ പൊരുത്തപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സമൂഹത്തിൽ നല്ലൊരു മാന്യത അർഹിക്കുന്ന ജീവിതം നയിക്കുന്നു എന്ന് പറയത്തക്ക നിലയിൽ ഏതെങ്കിലും ഒരു സിനിമയിൽ നിന്ന് ഒരു പ്രചോദനം കിട്ടിയതായിട്ട് പറയുവാൻ കഴിയുന്ന ഏതെങ്കിലും യുവാക്കളോ യുവതികളോ ഉണ്ടോ? ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുക. മറിച്ച് നിങ്ങൾ പോലീസ് അധികാരികളോടും എക്സൈസ് അധികാരികളോടും കോടതി വക്കീലന്മാർ എന്നുള്ളവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക്. സിനിമയിൽ നിന്ന് കിട്ടിയ അറിവുകൾ പ്രയോഗിച്ച് എങ്ങനെ മയക്കുമരുന്നുകൾ കൊണ്ടുപോകണം, എങ്ങനെ അത് ആരുമറിയാതെ വിൽപ്പന നടത്തണം, എങ്ങനെ പണമുണ്ടാക്കണം എന്നുള്ള പ്രചോദനം കിട്ടിയവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ മേൽപ്പറഞ്ഞ ലിസ്റ്റിൽപ്പെട്ടവരോടൊന്ന് ചോദിച്ചു നോക്കുക. വളരെ വിദഗ്ധമായി ബാങ്ക് കൊള്ളയടിക്കാനുള്ള തന്ത്രങ്ങൾ സിനിമയിൽ നിന്ന് ആർക്കെങ്കിലും കിട്ടിയിട്ടുള്ളതായി പിടിക്കപ്പെട്ട ഏതെങ്കിലും കള്ളന്മാർ പറഞ്ഞിട്ടുണ്ടോ എന്ന് കുറ്റ അന്വേഷണ വകുപ്പുകളിലുള്ള ഉദ്യോഗസ്ഥരോട് ചോദിച്ചു നോക്കുക. അക്രമങ്ങളും കൊലപാതകങ്ങളും ചെയ്യുവാൻ പിന്നാലെ പാഞ്ഞു ചെന്ന് അവരെ അനുഗമിച്ച് തന്ത്രപൂർവ്വം വലയിലാക്കി ആക്രമണങ്ങൾ നടത്തുവാനുള്ള ആ ഒരു വൈഭവം ഏതെങ്കിലും സിനിമയിൽ നിന്ന് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കുക. സമൂഹത്തിൽ മാന്യതയോടുകൂടി ജീവിക്കുന്നവർക്ക് നോക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വസ്ത്രധാരണയ്ക്കുള്ള പ്രേരണ സിനിമയിൽ നിന്ന് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് സമൂഹത്തിലൊന്ന് അന്വേഷിച്ച് നോക്കുക. ചുരുക്കിൽ പറഞ്ഞാൽ, ഈ പറയപ്പെടുന്ന, ഞാൻ ആദ്യം ഒരു ലിസ്റ്റ് വെച്ചു, കുടുംബചിത്രം കണ്ടിട്ട് ആ ചിത്രത്തിൽ നിന്ന് കിട്ടിയ പ്രലോഭനം നിമിത്തം നല്ലൊരു ഭാര്യയായോ, നല്ലൊരു മാതാവായോ, നല്ലൊരു പിതാവായോ, നല്ലൊരു ഭർത്താവായോ, നല്ലൊരു മകനായോ, നല്ലൊരു മകളായോ ജീവിക്കുന്ന ആരെയെങ്കിലും കാണിച്ചു തരാമോ എന്ന് ചോദിച്ചാൽ അസാധ്യമെന്നല്ലേ നിങ്ങൾ പറയുകയുള്ളൂ. മറിച്ച് വഴിവിട്ട ജീവിതത്തിന് ചില നിഗൂഢമായ പദ്ധതികളെ എങ്ങനെ തന്ത്രപൂർവ്വം ചെയ്തെടുക്കാമെന്നുള്ള കഴിവുകൾ, അതിനുള്ള ട്രിക്കുകളൊക്കെയും സിനിമയിലൂടെ കിട്ടിയില്ലേ എന്ന് ചോദിച്ചാൽ ഉവ്വ എന്ന് സമ്മതിക്കുവാൻ കുറച്ചാളുകൾ ഇന്ന് സമൂഹത്തിൽ ശേഷിക്കുമ്പോൾ, ഞാൻ ചോദിക്കട്ടെ സിനിമാ നിർമ്മാതാക്കളെ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സകല നടന്മാരോടും നടിമാരോടും ചോദിക്കട്ടെ, ഒരു റോസാപ്പൂവിന് അതിൽ നിന്ന് നല്ല സുഗന്ധം കിട്ടിയേക്കാം, അത് കണ്ടാസ്വദിക്കാൻ കഴിഞ്ഞേക്കാം, അതിൽ നിന്ന് പനിനീർ കിട്ടിയേക്കാം. പക്ഷേ സിനിമ എന്ന് പറയുന്ന റോസാച്ചെടി ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഈ ത്രിവിധ ഗുണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സമ്മാനിക്കുകയാണോ ചെയ്തത്? അതോ കുത്തിവേദനിപ്പിക്കുന്ന മുള്ളുകൾ നിറഞ്ഞ ഒരു റോസാച്ചെടി എന്നാണോ വിശേഷിപ്പിക്കാൻ കഴിയുന്നത്? സമൂഹത്തിന് നൽകിയ സംഭാവനകളെ വിലയിരുത്തിയാൽ ആ ചിന്തിക്കുന്നവർ തന്നെ അതിന് മറുപടി കണ്ടെത്തട്ടെ. അപ്പോൾ അതുകൊണ്ട് സിനിമയെ സിനിമയായി കണ്ടാൽ മതി എന്ന് പറയുന്ന ആ ഒരു തെറ്റിയൊഴിയുന്ന മാർഗം അത്രത്തോളം സമൂഹത്തിൽ വില പോകുന്നതല്ല. പ്രിയ സിനിമാ ലോകത്തിൽ പ്രവർത്തിക്കുന്നവരോട് പറയട്ടെ, കാരണം സിനിമയെ സിനിമയായി കണ്ടാൽ മതിയെങ്കിൽ ഇതിനെ അനുഗമിച്ച പലരും, എത്രയോ ബാലന്മാർ പല സിനിമകളും അനുകരിച്ചിട്ട്, പല നടന്മാരെയും അനുകരിച്ചിട്ട്
അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയ സംഭവം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടന്നിട്ടില്ലേ? അപ്പോൾ സിനിമയെന്ന് കണ്ടാൽ മതിയോ? ഇനി പല കുട്ടികളും സാമൂഹ്യ വിരുദ്ധ പരിപാടികൾ നടത്തിയപ്പോഴും അവരുടെ പിന്നിലും അവർക്ക് കിട്ടിയ പ്രേരക ശക്തി സിനിമയിൽ നിന്നാണെന്ന് വായിച്ചറിഞ്ഞപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, സിനിമയായി കണ്ടാൽ മതി എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? അപ്പോൾ പറയാം, സിനിമയായിട്ട് മാത്രം കണ്ടാൽ പോരാ. പക്ഷേ ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ അനന്തരഫലം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ ഉദ്ദേശിച്ചതൊന്നുമല്ല കിട്ടുന്നത്. ഞാനത് പറയാം. ഈ ഒരു കാലത്ത് ഈ ക്രൈസ്തവ മാർഗത്തിൽ വിശേഷ പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കാണുമ്പോൾ സമൂഹത്തിലിരിക്കുന്ന തെരുവിലിരിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ വിരോധ മനസ്സുള്ളവരൊക്കെ കളിയാക്കുവാൻ പാടുന്നൊരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ട് ഏതാണെന്ന് അറിയാമോ? ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കും. വേറൊന്നുമല്ല, എൻ്റെ അതിശയമേ ദൈവത്തിൻ്റെ സ്നേഹം എത്ര മനോഹരമേ. ഈ പാട്ടുകൾ പാടിയാണ് ഈ കവലകളിലിരിക്കുന്ന പ്രിയ സ്നേഹിതർ ദൈവദാസന്മാരെയോ ദൈവമക്കളെയോ കാണുമ്പോൾ ആക്ഷേപിച്ച് പാടാറുള്ളത്. പക്ഷേ എനിക്കതിൽ നിന്ന് മനസ്സിലായത്, അവരാക്ഷേപിച്ചോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. അവരുടെ അധരത്തിലൂടെ പുറത്തു വന്ന വാക്ക് എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം. നോർത്ത് നോക്കിക്കേ, പാപികളായ മനുഷ്യനെ രക്ഷിപ്പാൻ സ്വർഗത്തിൽ നിന്ന് ദൈവം എന്നുള്ള പദവി വെടിഞ്ഞ് മനുഷ്യനായി ഭൂമിയിൽ വന്ന് ആ ജീവനും രക്തവും ശരീരവും മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അർപ്പിക്കുവാൻ, അങ്ങനെ ഒരുവനെ അയക്കുവാനായി പിതാവിന് ലോകത്തോടുണ്ടായ സ്നേഹത്തെയാണ് അവർ വർണ്ണിച്ചത്. അപ്പോൾ നിങ്ങൾ കളിയാക്കിയാണ് ഇത് ചെയ്തതെങ്കിലും നിങ്ങളുടെ അതിർത്തിലൂടെ വന്ന വാക്കുകൾ ആ ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് വർണ്ണിച്ചത്. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അതാരുടെയും ചിന്തയിൽ ഒതുക്കി നിർത്തുവാനോ വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാനോ കഴിയുന്നതല്ല എന്നാണ് ആ പാട്ടിൻ്റെ സന്ദേശം. അപ്പോൾ കളിയാക്കി പാടിയാൽ പോലും ദൈവം മഹത്വമെടുക്കുന്ന ഒരു മാർഗമാണ് ക്രിസ്തീയ മാർഗമെന്ന് പറയുന്നത്. ഞാൻ ഈ ക്രിസ്ത്യാനി എന്നുള്ള പദത്തെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുള്ളത്, ഇത് യേശുവിൻ്റെ പിന്നാലെ അനുഗമിച്ച് വന്ന ആളുകളെ കളിയാക്കിയിട്ട പേരാണെന്നാണ് എനിക്കൊരു പഠനം ലഭിച്ചിട്ടുള്ളത്. അത് സത്യമാണെങ്കിൽ ഞാനൊന്ന് പറയട്ടെ, ഇന്ന് ഞാനൊരു ക്രിസ്ത്യാനിയായിരിക്കാൻ അഭിമാനിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കളിയാക്കി പേരിട്ടവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ആക്ഷേപിച്ചിട്ട ഒരു പേരുണ്ടല്ലോ, ആ പേരിൽ ഇന്ന് ഞാൻ അഭിമാനം കൊള്ളുന്നവനാണെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? എന്നെയോ ഞാൻ നിൽക്കുന്ന മാർഗത്തെയോ പരിഹസിച്ചിട്ടത് ഇന്ന് ഞാൻ അഭിമാനത്തോടു കൂടി ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുവാൻ ഈ ക്രിസ്തു മാർഗത്തിനല്ലാതെ മറ്റൊരു മാർഗത്തിന് കഴിയുകയില്ല എന്നുള്ളതാണ് വലിയൊരു സത്യം. മാത്രമല്ല, വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ എന്ന പുസ്തകത്തിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 41-ാമത്തെ വചനം പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? തിരുനാമത്തിനു വേണ്ടി, അതായത് യേശുവിൻ്റെ നാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണിയിരിക്കയാൽ അവർ, അതായത് അപ്പോസ്തലന്മാർ, സന്തോഷത്തോടെ ന്യായാധിപ സംഘത്തിൻ്റെ മുന്നിൽ നിന്ന് പുറപ്പെട്ടു പോയി. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൻ്റെ 41-ാമത്തെ വാക്യമാണ് ഞാൻ പറഞ്ഞത്. ആദ്യമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും അത് അച്ചടിപ്പിശ കാണുന്നു. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണിയിരിക്കുകയാൽ. അതെന്താ ഈ അപമാനം സഹിപ്പാൻ ഇത്ര യോഗ്യത വേണ്ടത്? നമ്മുടെയൊക്കെ നാട്ടിൽ നമുക്കറിയാം, SSLC പരീക്ഷയുടെ റിസൾട്ടൊക്കെ പുറത്തു വന്നു കഴിയുമ്പോൾ ഫുൾ A+ മേടിച്ച കുട്ടിയെ നമ്മുടെ വാർഡ് തലത്തിലോ പഞ്ചായത്ത് തലത്തിലൊക്കെ അഭിനന്ദിക്കാറുണ്ട്. അല്ല, 5 കുട്ടികൾ ഒന്നിച്ചോടുവാൻ നിരന്നു നിന്നു. അതിനകത്ത് വിജയാളിയായ വ്യക്തിയെ വിളിച്ച് അനുമോദിക്കാറുണ്ട്, അവരെ ബഹുമാനിക്കാറുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത്, മറ്റുള്ള പരീക്ഷ എഴുതിയ മറ്റുള്ള കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായി ഒരു ബഹുമാനത്തിന് അർഹതയുണ്ടാക്കി കൊടുത്തത് ആ കുട്ടി ഉയർന്ന മാർക്ക് മേടിച്ചു എന്നുള്ളതാണ്. അല്ല, രണ്ടാമത് പറഞ്ഞതിൽ 5 പേർ ഓടിയതിൽ
ഒരു കുട്ടിയെ ബഹുമാനിക്കുവാൻ അതിന് അർഹമായി തീർന്നത് മറ്റു 4 പേരെ പിന്നിലാക്കിക്കൊണ്ട് മുന്നിൽ ഓടി എത്തിയെന്നുള്ളതാണ്. അപ്പോൾ ഈ ലോകത്തിൽ ഒരു വ്യക്തിക്കൊരു ബഹുമാനം കിട്ടണമെങ്കിൽ അതിനൊരു യോഗ്യത ഉണ്ടായിരിക്കണം. പക്ഷെ വിശുദ്ധ ബൈബിൾ പറയുന്നത് ബഹുമാനം കിട്ടുവാൻ യോഗ്യരായി എണ്ണിയിരിക്കുക എന്നല്ല, അപമാനം സഹിക്കുവാൻ യോഗ്യരായി എണ്ണിയിരിക്കാൻ. എന്താണ്? ആദ്യം തന്നെ പറയട്ടെ, ഞങ്ങൾക്ക് ഈ വിശുദ്ധ ബൈബിളുമായി ഈ ജീവൻ്റെ മാർഗത്തിൽ നിലനിൽക്കുവാനുള്ള കാരണം, ഞങ്ങൾക്ക് വേണ്ടി അപമാനമേറ്റ ഒരുവനുണ്ട്. അവൻ്റെ മരണമാണ് നിമിത്തം. അവൻ്റെ മരണം തന്നെ ഒരു യുവാവെന്ന നിലയിൽ എത്രത്തോളം അപമാനിക്കാമോ അത്രത്തോളം അപമാനത്തിന് വിധേയപ്പെടുത്തിയിട്ട് ക്രൂശിച്ചതാണ് യേശുവിനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ പറയാറില്ല, തീയിൽ കുരുത്തത് വെയിലത്ത് വാടുകയില്ല എന്ന്. അപമാനത്തിൻ്റെ തീജ്വാലയിലാണ് ഇത് മുളച്ചു വന്നത്. അതുകൊണ്ട് ഈ അപമാനത്തിലൊന്നും കെട്ടൊടുങ്ങി പോകുന്നതല്ല സുഹൃത്തുക്കളെ ക്രിസ്തുവിൻ്റെ മാർഗമെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിതിനെ അപമാനിക്കുവാൻ ശ്രമിച്ചാൽ, ഒരു നിസ്സാരമായൊരു ഉദാഹരണം പറയാം. ഇപ്പോഴൊക്കെയാണല്ലോ നമുക്ക് ഈ കലമൊക്കെ തേച്ച് കഴുകാൻ പലവിധമായിരിക്കുന്ന സോപ്പുകൾ, ലോഷനൊക്കെ ഉള്ളത്. ആദ്യ കാലങ്ങളിൽ അങ്ങനെയല്ല, ഈ കരിയും ചാരവും ഇട്ട് തേക്കുന്ന ഒരു രീതിയാണുള്ളത്. അപ്പോൾ അലൂമിനിയം കലത്തിലൊക്കെ ഈ കരിയിട്ടിങ്ങനെ തേക്കുമ്പോൾ അത് കണ്ടമാനം അങ്ങോട്ട് വൃത്തികേടായി പോകും. ഞാൻ എൻ്റെ ഭാവനയിൽ പറയുകയാണ്, ഒരു കൊച്ചുകുട്ടി വന്നിട്ട് ചോദിക്കുക അമ്മയോട്, അമ്മ എന്തിനാണ് നല്ല പാത്രമായിരുന്നല്ലോ, അതിനകത്തേക്ക് എന്തിനായി കരിവാരി ഇങ്ങനെ തേച്ച് അത് വല്ലാതെ മോശമാക്കി കളഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അമ്മ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെയെല്ലാം തേച്ചതിന് ശേഷം അല്പം വെള്ളം കോരി അങ്ങോട്ട് ഒഴിച്ചപ്പോൾ ആണ് ആ കരിവാരി തേച്ചതിൻ്റെ ഗുണമെന്താണെന്ന് തിരിച്ചറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എമ്പുരാൻ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ക്രൈസ്തവ മാർഗത്തെ നിങ്ങൾ അപമാനിക്കാനാണ് ശ്രമിച്ചതെങ്കിൽ നിങ്ങളുടെ ശ്രമം വൃഥാവായിപ്പോയി. കാരണം ഇത് തിരുനാമത്തിനു വേണ്ടി, ക്രിസ്തുവിൻ്റെ നാമത്തിനു വേണ്ടി, അവൻ്റെ വചനത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ അതിനും വേണമൊരു യോഗ്യത. അതിൻ്റെ കാരണമെന്തെന്ന് കൂടി വെളിപ്പെടുത്താം. വിശുദ്ധ വേദപുസ്തകത്തിൽ മോശ എന്ന് പറയുന്ന ഒരു വലിയ ദൈവപുരുഷനുണ്ടായിരുന്നു. തന്നെ ദൈവം ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് താൻ പ്രവേശിക്കേണ്ടത് സമയമായപ്പോൾ തൻ്റെ മുന്നിൽ ഒരു വലിയ ഓഫർ വന്നിരിക്കുക. എന്തെന്ന് ചോദിച്ചാൽ, ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്നുള്ള ഒരു സ്ഥാനം തൻ്റെ മുന്നിൽ നിൽക്കുക. എന്ന് പറഞ്ഞാൽ നാളെ മിസ്രൈമിലെ ഭരണകർത്താവിൽ ആളായി മാറുവാനുള്ള അവസരമാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ വന്നാൽ തനിക്ക് ലഭിക്കുന്നത് ലോക അത്ഭുതങ്ങളിൽ ഒന്നാണല്ലോ പിരമിഡ് എന്ന് പറയുന്നത്. മോശയ്ക്ക് അത്രത്തോളം ബഹുമാനതയോടുകൂടിയുള്ള ഒരു ശവസംസ്കാരം കിട്ടും. മാത്രമല്ല മിസ്രൈമിലെ സകല നിക്ഷേപങ്ങളും കൈകാര്യം ചെയ്യാനുള്ള ഒരു ഉടമസ്ഥ അവകാശം ലഭിക്കും. മിസ്രൈമിലെ ഭരണകർത്താവ് എന്നുള്ളൊരു പദവിയിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു ഓഫറും തൻ്റെ മുന്നിൽ നിൽക്കുന്നു. പക്ഷേ അന്ന് താൻ അതൊന്നും ഗണ്യമാക്കാതെ ക്രിസ്തുവിൻ്റെ നിന്ന ഏറ്റെടുത്തുവെന്നാണ് എബ്രായ ലേഖന കർത്താവ് എഴുതിയിരിക്കുന്നത്. ഇനി ഇവിടെയാണ് യുക്തിക്ക് നിരക്കാത്ത ഒരു സംഭവം കിടക്കുന്നത്. മോശ ജനിച്ചത് എന്ന്, ജീവിച്ചതെന്ന്, മരിച്ചതെന്ന്, ക്രിസ്തു ജനിച്ചതെന്ന്, ജീവിച്ചതെന്ന്, ക്രൂശിൽ മരിച്ചതെന്ന്, ഉയർത്തെഴുന്നേറ്റത് എന്ന്, സ്വർഗാരോഹണം ചെയ്തത് എന്ന്, ഈ 2 കാലഘട്ടങ്ങളെ വിലയിരുത്തിയാൽ ക്രിസ്തു ജനിക്കുന്നതിനേക്കാൾ അനേക വർഷങ്ങൾക്ക് മുൻപ് ജനിച്ച മോശ എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ നിന്ന ഏറ്റെടുത്തതെന്ന് ചോദിച്ചാൽ പെട്ടെന്നൊന്നും മറുപടി പറയാൻ കഴിഞ്ഞില്ലെന്ന് വരാം അല്ലേ? എന്നാൽ ഇവിടെ ദാവീദ് ക്രിസ്തുവിനെ ആത്മാവിൽ കർത്താവെന്ന് വിളിച്ച കാര്യം മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അത് വിളിച്ചത് 110-ാം സങ്കീർത്തനത്തിലാണ്. അപ്പോൾ മടങ്ങി വരട്ടെ, അബ്രാഹാമും ക്രിസ്തുവിൻ്റെ ദിവസം കണ്ടു എന്ന് പറയുന്നുണ്ടല്ലോ. ഉണ്ട്, അതൊക്കെ മറ്റൊരു വിഷയമായതുകൊണ്ട് അങ്ങോട്ട് ഞാനിത് സമർത്ഥിക്കുവാനല്ല പോകുന്നത്. ഇവിടെ മോശ ക്രിസ്തുവിനെ ആത്മാവിൽ തൻ്റെ വെളിപ്പാടിൽ കണ്ടുകൊണ്ട് താൻ ആ ഫറവോൻ്റെ കൊട്ടാരത്തിലേക്ക് നോക്കി അവിടത്തുള്ള സകല ആ ആഡംബരം നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിന്ന് വിലയിരുത്തി
തൻ്റെ മുന്നിൽ ലഭിക്കാൻ പോകുന്ന പദവികളെ ഒന്ന് വിലയിരുത്തി അതെല്ലാം താൻ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ക്രിസ്തുവിനെയല്ല തിരഞ്ഞെടുത്തത്. ശ്രദ്ധിക്കണം, ക്രിസ്തുവിൻ്റെ നിന്ന വഹിപ്പാൻ. എന്തൊരു കാഴ്ചപ്പാടാ! മോശയ്ക്കുണ്ട ഈ വെളിപ്പാടിൻ്റെ ആഴം. ക്രിസ്തുവിൻ്റെ നിന്ന ഏറ്റെടുത്തു. മനസ്സിലാക്കണം, എമ്പുരാൻ സിനിമയിൽ പ്രവർത്തിച്ച സകലരോടും പറയുകയാണ്, മിസ്രൈമിൻ്റെ ഭരണകർത്താവായി മാറുവാനുള്ള അവസരം മുന്നിൽ തെളിഞ്ഞു നിൽക്കുമ്പോൾ അവയെ ചപ്പെന്ന് പറഞ്ഞ് തള്ളിവിട്ടിട്ട് ക്രിസ്തുവിൻ്റെ നിന്ന ഏറ്റെടുത്തതാണ് മോശ എങ്കിൽ ആ മോശയാലാണ് ഇസ്രായേൽ ജനം മുഴുവനും നയിക്കപ്പെട്ടതെങ്കിൽ എൻ്റെ പൊന്ന് ബുദ്ധിമാന്മാരെന്ന് നടിക്കുന്ന വിഡ്ഢികളെ, നിങ്ങളോട് പറയട്ടെ, അപമാനത്തെയും നിന്ദയെയും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നൊരു വർഗമാണ് യേശുവിനെ കണ്ടവർ. അവരെയാ നിങ്ങൾ അപമാനിക്കാൻ നോക്കുന്നത്. ഈ സിനിമ കണ്ടിട്ട് ക്രിസ്ത്യാനികളായ ഞങ്ങളെ വേദനിപ്പിച്ചു, ഞങ്ങളെ വ്രണപ്പെടുത്തി എന്നൊക്കെ പറയുന്നവർ ഇനിയും വചനത്തിൻ്റെ വെളിപ്പാടിലേക്ക് ഇറങ്ങി വരണം. അത് പാസ്റ്ററായാലും കൊള്ളാം, അച്ഛനായാലും കൊള്ളാം. അപ്പോൾ മോശയുടെ മുന്നിൽ നല്ലൊരു ഓഫർ വന്നിട്ടും അതെല്ലാം തള്ളിക്കളഞ്ഞിട്ട് ക്രിസ്തുവിൻ്റെ നിന്ന ഏറ്റെടുത്തു. ഒടുവിൽ സംഭവിച്ച രണ്ട് കാര്യം പറയാം. യേശു, ഈ മോശ ജനിച്ചു, തൻ്റെ പ്രവൃത്തി ചെയ്തു, താൻ മരിച്ചു. അടക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് പറയുന്നില്ല, ഞാൻ രണ്ട് വാക്ക് അതിനുശേഷം പറയാം. അതെല്ലാം കഴിഞ്ഞ് അനേക നാളുകൾ കഴിഞ്ഞു, വർഷങ്ങൾ പിന്നിട്ടു. യേശു ജനിക്കുന്നു, തൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നു. ഒരിക്കൽ മറുരൂപമലയിൽ തൻ്റെ ശിഷ്യന്മാരിൽ 3 പേരെ കൂട്ടിക്കൊണ്ടുപോയി യേശുവിടെ പ്രാർത്ഥിക്കാൻ പോയൊരു സംഭവം വിശുദ്ധ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ 2 പേര് പ്രത്യക്ഷരാകുകയാണ്. ഞാൻ എൻ്റെ ഭാവനയിൽ നിന്ന് പറയാം. പിതാവാൻ ദൈവം ഏലിയാവിനോട് പറഞ്ഞു, ഏലിയാവ് ഒരു ചെറിയ യാത്രയ്ക്ക് ഒരുങ്ങണം. കാരണം ഞാൻ എൻ്റെ പുത്രനെ ഒന്ന് തേജസ്കരിച്ച് കാണിക്കുവാൻ പോകുകയാണ്. അതിൻ്റെ അപ്പുറയും ഇപ്പുറയും 2 പേര് നിൽക്കണം. അതിന് ഏലിയാവ് പോകണമെന്ന് പറഞ്ഞപ്പോൾ അടുത്തയാൾ ഹാനോക്ക് തയ്യാറാകുകയാണ്. കാരണം ജീവനോട് എടുക്കപ്പെട്ട് 2 പേരാണല്ലോ, അങ്ങനെയുള്ളവർ മടങ്ങി പോകുന്നതാണല്ലോ ഭംഗി. ഏതായാലും പിതാവ് പറഞ്ഞു, ഹാനോക്കിനോട് പറഞ്ഞു, അവിടെ നിൽക്ക്, മോശ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അതെന്താണ്? ഞാൻ ആർക്കും കടക്കാരനായിരിക്കുകയില്ല. ഈ യേശു ജനിക്കുന്നതിന് സഹസ്രാണ്ടുകൾക്ക് മുൻപേ ക്രിസ്തുവിനെ ആത്മാവിൽ കണ്ടുകൊണ്ട് തൻ്റെ മുന്നിൽ വെളിപ്പെട്ട അതിമഹത്തായ ആ ഒരു ഉന്നത പദവിയെ താൻ കൈവിട്ട് കളഞ്ഞിട്ട് ആ ക്രിസ്തുവിൻ്റെ നിന്ന ഏറ്റെടുത്തവനാണ്. അതുകൊണ്ട് ആ ക്രിസ്തുവിൻ്റെ അടുക്കൽ നിർത്തി അവൻ നിന്ന ഏറ്റ മണ്ണിൽ തന്നെ അവനെ മാനിച്ചില്ല എങ്കിൽ ദൈവം നീതിയുടെ ദൈവമെന്ന് പറയാൻ കഴിയാതെ പോകും. ദൈവം തൻ്റെ നീതിയെ നിവർത്തിക്കുവാൻ വേണ്ടി ആ മോശയെ മടക്കി വരുത്തിയിട്ട് നിന്നയേറ്റ മണ്ണിൽ അവൻ ആരുടെ നാമത്തിനു വേണ്ടി നിന്നയേറ്റുമോ അവനോട് ചേർത്ത് നിർത്തി രൂപാന്തരപ്പെട്ട തേജസ്സിൻ്റെ നിറവിൽ അവനെ വെളിപ്പെടുത്തി മാനിച്ചുവെങ്കിൽ പ്രിയ എമ്പുരാൻ സിനിമയിൽ പ്രവർത്തിച്ച സകലരോടും പറയുകയാണ്. ഇനി ഞാൻ വിശദീകരിക്കണോ? നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ പറഞ്ഞതില്ലേ? ഇത് ആത്മീയ വിഷയമായി ഇച്ചിരി ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. നിങ്ങൾ ഇതിനെ അപമാനിക്കാൻ നോക്കിയാൽ അത് ഇരട്ടി ബഹുമാനമാക്കി മാറ്റുന്നൊരു മാർഗമാണ് ക്രിസ്തുമാർഗം. മാത്രമല്ല, ഈ മോശ അവിടെ നിന്നാൽ തനിക്ക് കിട്ടാൻ പോകുന്ന ഒരു പിരമിഡുണ്ടല്ലോ തൻ്റെ ചരമത്തോടുള്ള ബന്ധത്തിൽ, അത് ലോക അത്ഭുതങ്ങളിലൊന്നാണ്. ദൈവം പറയുക മോശയോട്, എടാ മോശേ, നീ അവിടെ നിന്നാൽ നിനക്ക് കിട്ടാൻ പോകുന്ന ഈ ഒരു ഭയങ്കര ബഹുമതിയാർന്ന ഒരു ശവസംസ്കാരമല്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, നിനക്ക് മുൻപ് ചില പിരമിഡുകൾ ഉയർന്നിട്ടുണ്ട്, നിനക്ക് ശേഷവും ചിലതൊക്കെ ഉയരും. പക്ഷെ മറ്റൊന്നുണ്ട്, അപ്പോൾ അവിടെയും നീ നിസ്തുല്യനല്ല, നിനക്ക് തുല്യമായ മറ്റു ചിലരുണ്ട്.
പക്ഷേ നീ ആത്മാവിൽ ക്രിസ്തുവിൻ്റെ നിന്ദയെ ഏറ്റെടുത്തവനെങ്കിൽ നിനക്ക് തരുന്ന ശവസംസ്കാരം ലോകത്തിൽ അതിനു മുൻപ് ആർക്കും ലഭിച്ചിട്ടില്ല, ഇനിയൊട്ട് ലഭിക്കത്തുമില്ല. എമ്പുരാൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ, ഇതാണ് ക്രിസ്തുമാർഗം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെറുതെ വെള്ളത്തിൽ വരച്ച വര ക്രിസ്തുമാർഗത്തെ അവഹേളിക്കാനാണ് നോക്കിയതെങ്കിൽ നിങ്ങളുടെ വര വെള്ളത്തിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ സിനിമ എന്ന് പറയുന്ന സംഭവം സമൂഹത്തിന് ഗുണം ചെയ്തതായിട്ടൊന്നും എനിക്കറിയില്ല. പിന്നെ പച്ച മലയാളത്തിൽ പറഞ്ഞാലും നമ്മുടെ ഇവിടുത്തെ അന്വേഷണ വകുപ്പുകൾക്കും പോലീസ് അധികൃതർക്കും വക്കീലന്മാർക്കും കോടതികൾക്കും ജയിലുകൾക്കും ജയിൽ ജീവനക്കാർക്കുമൊക്കെ ചില ഗുണങ്ങളും കുറെ തൊഴിലും ഉണ്ടാക്കി വെച്ചതല്ലാതെ ഏതെങ്കിലും സിനിമ കണ്ടിട്ട് അതിലൂടെ ഞാൻ ശാസ്ത്രീയ സാങ്കേതിക വിദ്യകൾ പഠിച്ചതുകൊണ്ട് ഞാൻ ഉന്നതനായി തീർന്നു, എനിക്ക് വലിയൊരു ജോലി സ്വന്തമായിട്ടുണ്ട്, അതിനുള്ള അടിസ്ഥാനം സിനിമയിൽ നിന്നെന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? പക്ഷേ ഈ ക്രിസ്തുവിൻ്റെ വചനം നിമിത്തം, ഈ സുവിശേഷം നിമിത്തം, ഈ ക്രിസ്തുവിൻ്റെ മാർഗനിമിത്തം ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയാൻ ജനലക്ഷങ്ങളല്ല, ജനകോടികളാണുള്ളത്. അതുകൊണ്ട് എമ്പുരാൻ കൊണ്ടൊന്നും തലകുനിഞ്ഞു പോകുന്ന മാർഗമല്ല ക്രിസ്തുവിൻ്റെ മാർഗം. അപമാനമേൽക്കുവാനും യോഗ്യത വേണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈ അപമാനമേറ്റതിനൊരു ബഹുമാനം കൊടുക്കും സർവശക്തൻ. അതാണ് മോശയ്ക്ക് കൊടുത്തത്. അപ്പോൾ മോശ അവിടെ അപമാനമല്ല, ശരിക്കും പറഞ്ഞാൽ അപമാനമേറ്റെടുത്തതിനല്ല മോശ അവിടെ ബഹുമതി കൽപ്പിച്ചത്. മോശയ്ക്ക് ബഹുമാനം കൊടുത്തതിനെയാണ് അതൊരു ഗൗരവമായി എടുത്തത്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ അപമാനത്തെ നോക്കി കരയുന്നവരല്ല, ഞങ്ങൾ ക്രിസ്തുമാർഗത്തിലുള്ളവർ അപമാനത്തിൻ്റെ പിന്നിലെ ബഹുമാനത്തെ കണ്ട് സന്തോഷിക്കുന്നവരാ. അപ്പോൾ നിങ്ങൾക്കൊരു ഗുണം കിട്ടിയല്ലോ, വിശുദ്ധ ബൈബിളും യേശുവും നിമിത്തം കുറച്ച് പണം ഉണ്ടാക്കാൻ പറ്റിയില്ലേ? ഇനി പാവപ്പെട്ട പാസ്റ്റർമാരെ കൊണ്ട് വിട്ടേരെ കേട്ടോ, ഇത് പണത്തിൻ്റെ മാർഗമാണെന്ന്. നിങ്ങൾ കൊയ്തത്രോ നിങ്ങൾ ഉണ്ടാക്കിയത്രോ വേറെ ആരും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളുടെ ചുരുക്കുകയാണ്. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ യഥാർത്ഥത്തിൽ യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞവന്, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചവന്, വചനപ്രകാരം തൻ്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ദൈവമക്കൾക്ക് ഒരു അപമാനവും വരുത്തിയിട്ടില്ല. വരുത്തിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അതവിടെ ഇരിക്കട്ടെ. അതിൻ്റെയും ബഹുമാനം ഏറ്റെടുക്കുന്ന നാളെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് വീണ്ടും കൂടിക്കാണാം പുതിയ ചിന്തയിലൂടെ. അതുവരെ ദൈവം നമ്മെ കാത്തു പരിപാലിക്കട്ടെ, നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.